ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാനുള്ളത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ. എനിക്ക് പോകേണ്ടത് നമ്മളെ നോളേജ് സിറ്റിയിലേക്കാണ്. അപ്പോൾ ഞാൻ മഞ്ചേശ്വരത്ത് നിന്ന് പോകാമെന്ന് വിചാരിച്ചേ, 7:05 ട്രെയിനിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു പ്രോബ്ലമാണ്, എനിക്ക് ഇന്ന് തന്നെ വരണമെങ്കിൽ എനിക്ക് കാസർഗോഡോളാണ് ട്രെയിനുള്ള നൈറ്റ്. ഇപ്പം നമുക്ക് വന്നിട്ട് എത്തണം. കാസർഗോഡിൽ ലാസ്റ്റ് ബസ് 9:15. അപ്പോൾ 8:10 5 മണിൻ്റെ ട്രെയിൻ കോഴിക്കോട് നിന്ന് നമുക്ക് വന്നെങ്കിൽ 8:10 എത്തുന്നു. അപ്പോൾ അതങ്ങ് ബസ് കിട്ടും. പിന്നത്തെ ട്രെയിൻ അങ്ങ് പിന്നെ കാസർഗോഡ് നിന്ന് ബസ്സില്ല 9:15. അതിലേക്ക് ബെസ്റ്റ് ഞാൻ എന്ത് പ്ലാൻ ഇട്ടാറോ, കാസർഗോഡിൽ കൊണ്ടുപോയിട്ട് പാർക്കിംഗ് ആക്കി അങ്ങ് വണ്ടി. പിന്നെ നമുക്ക് ഏത് ട്രെയിനിൽ വന്നിട്ട് കാസർഗോഡിലേക്ക് ഞങ്ങൾ വരല്ലേ, ബസ്സില്ല അങ്ങ്. അങ്ങനെ പേ പാർക്ക് 100 രൂപ റെയിൽവേ സ്റ്റേഷനിൽ കാസർഗോഡിൽ. അപ്പോൾ 100 രൂപ കൊടുക്കുക, നൈറ്റോളം വെക്കാം വണ്ടി, തലച്ചൂടില്ല. അപ്പോൾ 8:05 ട്രെയിനൊക്കെയാണ് പോകുന്നത്. സ്ലീപ്പർ ടിക്കറ്റ് കിട്ടുന്നിട്ട് നോക്കണം. സിംഗിൾ അല്ല, ഫാമിലി ഉണ്ട്. ഫാമിലിൻ്റെ വീഡിയോയിൽ വരില്ല, എൻ്റെത് മാത്രമായിരിക്കും വരുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ചങ്ങന്മാരെ നമ്മൾ ട്രെയിനിലേക്ക് കയറി. റിസർവേഷനാണ് കിട്ടിയത്. സ്ലീപ്പർ എടുത്ത് 120 രൂപ ടിക്കറ്റ്, ലോക്കൽ 50 രൂപ ടിക്കറ്റ്. നല്ല ആടല്ല. അപ്പോൾ എന്താണോ സംഭവം, ഞാനിത് കാണിക്കാം. നല്ല ആട്ടമെല്ലാം ഉണ്ട്. ഓക്കെ, മാറി നമ്മൾ മായിലേക്ക് എത്തി. മായിലെന്തിലേക്ക് കേരളത്തിനുള്ളത് മാത്രം അതിനെ നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്. ഇപ്പോൾ പെട്രോൾ ഡീസലിനെല്ലാം ഭയങ്കര കുറവ് ഇവിടെ മായിൽ. 10 രൂപ എന്താ കുറവ് നമ്മുടെ നാട്ടിനാട്ടി. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കീഞ്ഞിട്ട് പാളയം ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. നോളേജ് സിറ്റിയിലേക്ക് പോകണം. റിക്ഷയെല്ലാം കിട്ടുന്നത്. പിന്നെ റിക്ഷക്കാർ അത്ര മൈൻഡാക്കുന്നില്ല, ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ട്. ചെല്ലെങ്കിൽ 5 മിനിറ്റുള്ള അവിടെ നടന്നിട്ടുള്ള വൈ അവർക്ക് വലിയ വലിയ പാടി കിട്ടിയെങ്കിൽ ആവുന്നിട്ട് മൈൻഡാക്കുന്നില്ല. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കോഴിക്കോട് കീഞ്ഞിട്ട് എന്താക്കാം, നടന്നിട്ട് പാളയം ബസ് സ്റ്റാൻഡിലേക്ക് നടന്നിട്ട് ഒരു 5 മിനിറ്റുള്ള നടക്കാനുള്ള വഴി. അല്ലെങ്കിൽ റിക്ഷയിൽ വരുന്നവർക്ക് റിക്ഷയിൽ വരാം. 5 മിനിറ്റുള്ള വഴി. അപ്പോൾ പാളയം ബസ് സ്റ്റാൻഡിൽ നിന്ന് നോളേജ് സിറ്റിക്കുള്ള ബസ് കിട്ടുന്നു. അപ്പോൾ 265 രൂപയാണ് 5 ആൾക്ക് ടിക്കറ്റ്. അപ്പോൾ ഒരാൾക്ക് എത്ര, 53 രൂപ. അപ്പോൾ ഞങ്ങൾ ബസ്സിലിരുന്നിട്ട് കോഴിക്കോട് ജംഗ്ഷനിലാണ് പോയിക്കൊണ്ടുള്ളത്. ബസ്സിലേക്ക് നമ്മൾ പാളയം ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ടാണ് നമ്മളവിടെ ബസ് കേട്ടത്. ഡയറക്റ്റ് നോളേജ് സിറ്റിയിലേക്ക് പോകുന്നില്ല. ചങ്ങായിമാരെ, അപ്പോൾ കോഴിക്കോട് നിന്ന് നമ്മൾ വന്നിട്ട് എത്തിയത് നോളേജ് സിറ്റിനോടൊക്കെ എന്ത് കൊയ്ത്താലി എന്ത് പേരുള്ളത്, കൈതപ്പൊയിലാണ് കീയേണ്ടത്. ബസ്സിൽ വന്നിട്ട് കൈതപ്പൊയിൽ കീഞ്ഞിട്ട് അവിടെ നിന്ന് റിക്ഷ ഉണ്ട്. അപ്പോൾ റിക്ഷ പിടിച്ചിട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ റിക്ഷയിൽ പോകുന്നിട്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കൈതപ്പൊയിൽ നിന്ന് ഓട്ടോയിലാണ് പോകുന്നത്. ഓക്കെ, സെറ്റ്.
ഞാൻ വന്നിട്ട് അവിടെ എത്തി മർക്കസ് നോളേജ് സിറ്റിയിലേക്ക് എത്തി. അൽഹംദുലില്ലാ. പിന്നെ അങ്ങ് ബാക്ക് സൈഡ് കാണുമ്പോൾ ഫുള്ള് മല, റൗണ്ട് മലയായിട്ട് കൂടെ എന്താ പറയുക പള്ളീൻ്റെ പുറത്തായിട്ട് ഫുള്ള് ഷോപ്പിംഗ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പോകുമ്പോൾ ബാക്കിൽ കാണിച്ചുകൊണ്ടേ പോകാം. ഓക്കെ, ഇതാണ് ബാക്ക് സീൻ. അടിപൊളി. അപ്പോൾ ഇതെല്ലാം കാണിക്കാം, എനിക്ക് ഷോപ്പിംഗ് എല്ലാം കാണിക്കണ്ടേ. ബച്ചി ഫുൾ ബച്ചി. അപ്പോൾ 50 റുപ്യ എനിക്ക് 5 ആളുണ്ട് ഞങ്ങൾ, പിന്നെ പിള്ളേരെല്ലാം ഉണ്ട്. അതുകൊണ്ട് 50 റുപ്യ എടുത്ത് വലിയ റിക്സ, മറ്റേ 3 ടയറിൻ്റെ 4 ടയറിൻ്റെ, അതുകൊണ്ട് 50 റുപ്യ. ഇല്ല 30 റുപ്യ റിക്സയ്ക്ക്. ഓക്കെ. ആഹാ ഹാ, എന്ത് സീനൊക്കെയല്ലോ ഇവിടെ, നല്ല മജേൻ്റെ കാഴ്ച. ഈ ഗേറ്റിൻ്റെ പേരാണ് മദീന ഗേറ്റ്. ഉള്ളക്കേറല്ലേ, ഇത് പള്ളീൻ്റെ ഉള്ളൊക്കെ പോകുന്ന എൻട്രൻസ്. ഇത് ആണുങ്ങൾക്കുള്ളത്. ഇതിൽ റൈറ്റ് സൈഡിലേക്ക് പോയെങ്കിൽ പെണ്ണുങ്ങൾക്കുള്ളത്. മദീന ഗേറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കുറച്ച് അപ്പുറം പോകണം. ഇതിൽ ഷോപ്പിംഗ്. ഒരു പള്ളിക്ക് പോകുന്നു. ഇതൊരു എൻട്രൻസ് പെണ്ണുങ്ങൾ, ലേഡീസ് പ്രെയർ ഹോൾ. അവിടുത്തെ ഗേറ്റിൻ്റെ പേര് എന്ത്, ഷാമി ഗേറ്റ് ആവില്ല. ഷാമി ഗേറ്റിൻ്റെ ഇതിലാണ് പെണ്ണുങ്ങൾക്ക് എൻട്രൻസ്. നിസ്കരിക്കാനുള്ള പോണെങ്കിൽ മജ എന്തോ ഒരു സർക്കിളായിട്ട് ഞാൻ പിന്നെ വന്നിട്ട് അവിടെ തന്നെ എത്തി. അവിടേക്ക് ആണുങ്ങളുടെ പ്രെയറിൻ്റെ അവിടെ, മദീന ഗേറ്റിൻ്റെ അവിടെ തന്നെ എത്തി. ഓക്കെ, അപ്പോൾ എന്തായി അന്ന് മദീന ഗേറ്റിനോടേക്ക് രണ്ടാമത് വെച്ച് ഇങ്ങനെ റൗണ്ട് വന്നിട്ട് ഇത് സംഭവം ഒരു സർക്കിൾ. അടിപൊളിയോ, നല്ല മജ. ഉള്ളിലെ ഭാഗത്തെല്ലാം പോയി കുറച്ച് പുറത്തിലെ ഭാഗത്തെല്ലാം പോകണ്ടേ. പുറത്തിലെ ഭാഗത്തെ സീനെല്ലാം എങ്ങനെയെല്ലാം കാണുന്നത്. ഉള്ളിലാണ് റൗണ്ട് അടിച്ചത്. എൻ്റെ പുറത്തത്തെ സീനും കാണിക്കുന്നത്. ഇപ്പോൾ പുറത്തേക്കുള്ള സീൻ ഇങ്ങനെ ഇതാ. നല്ല ചൂട് നല്ല ചൂട്. ഇതിലിപ്പോൾ റൗണ്ട് വരുമ്പോക്കോ ഭയങ്കര കൺഫ്യൂസ് ആണെന്നാവോ. എന്തായാലും ഏല ബന്നിനെ ഏല പോയിനാലിട്ട് ഇനിയിപ്പോൾ അപ്പർ സൈഡിലേക്ക് ഞാൻ പോകണം. ഇത് സൈഡിലേക്ക് പോയെന്നല്ല, അപ്പർ സൈഡിലേക്ക് പോകണം. ഗേറ്റ് ഇട്ടിനോട് ഇല്ലെങ്കിൽ മീത്തൊക്കെ പോയതാണ്. അപ്പോൾ ഗൈസ് ഇതാണ് പുറത്തുള്ള കാഴ്ചകൾ, അടിപൊളി കാഴ്ചകൾ. അപ്പോൾ നോളേജ് സിറ്റി വരാത്തവർ ഒരിക്കൽ വരണോ, ഒരിക്കൽ മസ്റ്റ് വിസിറ്റ് ആക്കിയിട്ട് പോകണം. അതിൽ കണ്ടിട്ടല്ല പോകണം. അവിടുത്തെ കാഴ്ച അടിപൊളി. ഞാനും വന്നു 2-3 കുറി. എന്നെങ്കിൽ വ്ളോഗ് ആക്കിയിട്ട് ഇവിടെയൊക്കെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് വ്ളോഗ് ആക്കുന്നത്.
ടാൻ ടടാൻ, ടാൻ ടടാൻ. അപ്പോൾ ഇതാണ് നോളേജ് സിറ്റിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട്. അപ്പോൾ എല്ലാവരും ഇത് ഈ പ്ലേസിൽ നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളും 4 ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ ഇനി ബ്ലോഗ് ഉണ്ടാക്കുന്നത് ഞാൻ. അപ്പോൾ ചങ്ങായിമാരെ, ഇതാണ് നോളേജ് സിറ്റി, നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞ്. അപ്പോൾ ഇനി ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഒരു വീഡിയോ ആക്കാം. അതോടെ എൻഡ് ബ്ലോഗ്. ചങ്ങായിമാരെ, ഞാൻ ഉള്ളതിപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ അവിടേക്ക് നമ്മളവിടേക്കെല്ലാം പോയിട്ട് വന്ന്, അവിടേക്ക് നോളേജ് സിറ്റി പോയിട്ട് വന്ന്. നോളേജ് സിറ്റി പോയിട്ട് വരുമ്പോൾക്ക് ഒരു 4 മണിയായി. 6 മണി ട്രെയിൻ മിസ്സായി എനിക്ക്. അപ്പോൾ വരുന്നവർ പെട്ടെന്ന് വരണം അവിടെ നിന്ന് നോളേജ് സിറ്റിനോട്. പിന്നെ ട്രെയിൻ ഇല്ല എല്ലാ നാളും. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഒരു ട്രെയിൻ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് 7:30 ഒരു ട്രെയിൻ കിട്ടും. ഇല്ലെങ്കിൽ 6 മണിക്ക് ലാസ്റ്റ്